ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ഞാൻ അകത്തൊരു ഒരു കുടം വെള്ളം കോരി കൊണ്ടുവയ്ക്കും കേട്ടോ. കാരണം എല്ലാ ആവശ്യത്തിനും ഇങ്ങനെ കയറ്റുന്ന കോരി കൊണ്ടുപോകണ്ടല്ലോ വിചാരിച്ച് മടിച്ചിട്ട് ഒരു കുടം വെള്ളം എന്താ പറയുക അകത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ അടുക്കളയിൽ തന്നെ എടുക്കാമല്ലോ. പിന്നെ കൈ കഴുകണം, പാത്രം മൂറിനടുത്തൊന്നും വെള്ളമില്ല, പൈപ്പില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ കുറച്ച് വെള്ളം കോരിക്കും. പിന്നെ കോരി വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ കാക്കകൾ എന്തെങ്കിലുമൊക്കെ കൊടുന്നിട്ടിട്ട് പിന്നെ അത് കളഞ്ഞ് പിന്നെയും കോരാൻ നിൽക്കണം. അപ്പോൾ കിണറ്റത്തെ വെള്ളമാണെങ്കിൽ കുറച്ച് താന്നണം കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമായില്ലേ. അപ്പോൾ അത് ആ ചോറൊക്കെ ആയിട്ടോ. ചോറൊക്കലും കഴിഞ്ഞ് പിന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിക്ക് പിന്നെ വറവ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കക്കറിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മല്ലി വറുത്തരച്ചിട്ട് വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കയ്പ്പയ്ക്ക. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം ഉപ്പേരി ഉണ്ടാക്കാൻ നേരത്തി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ സ്കൂളൊക്കെ അടച്ചതല്ലേ. അപ്പോൾ സോനു ഇപ്പോൾ കളിക്കാൻ പോയിരുന്നു. സോനുവിനെ ഇനിയിപ്പോൾ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിട്ടുക ചെയ്യില്ല. ഓന് കൂട്ടുകാരന്മാരെ കൂടെ കളിക്കാൻ പിന്നെ പോകട്ടോ. ഓന് പിന്നെ കാണുന്ന തന്നെ കേട്ടോ, ഞാൻ വിളിച്ച കേൾക്കുന്നിടത്ത് തന്നെ കേട്ടോ കളിക്കാൻ പോകില്ല. ദൂരത്തേക്കൊന്നും പോകില്ല, അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ദൂരത്തേക്കൊന്നും കളിക്കാൻ പോകില്ല. പിന്നെ എന്താ പറയുക, അപ്പൂസ് ഇവിടെ ഇല്ലാത്ത കാരണേ അവന് കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ കുറേ നേരം ഇരുന്നിട്ട് ടി വി ഇങ്ങനെ കുറേ നേരം കാണുമ്പോൾ തന്നെ ഒരു മടുപ്പല്ലേ. അപ്പോൾ ഓൻ പറഞ്ഞു കുറച്ച് നേരം ഞാൻ കളിക്കാൻ പോട്ടെ എന്ന് സമ്മതമൊക്കെ ചോദിച്ചിട്ടായിട്ട് പോയത്. അപ്പോൾ ആ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്കാട്ടോ പോയത്. അപ്പോൾ അമ്പാടി ഇപ്പോൾ ഉറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കും കളിക്കാൻ ആളില്ല കേട്ടോ. അമ്പാടി കുറച്ച് നേരമൊക്കെ സോനുവിൻ്റെ കൂടെയൊക്കെ കളിച്ച് പിന്നെ ഓനും അങ്ങനെ ഉറങ്ങി കേട്ടോ. അപ്പം ഞാൻ വേഗം അടുക്കളപ്പണിയൊക്കെ ഒന്ന് ചെയ്തിട്ട് വേഗം അകത്തേക്ക് കയറാലോ ചെയ്തു. പിന്നെ കൂടുതൽ നേരം ഒന്നും മുറ്റത്ത് നിൽക്കാനും കഴിയില്ല, ഭയങ്കര വെയിൽ, ഷീറ്റിൻ്റെ ചൂടുകൊണ്ടേ. അപ്പോൾ വേഗം അകത്തേക്ക് കയറാലോ വെച്ചിട്ട് വേഗം പണികൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഗ്യാസും കഴിഞ്ഞ കാരണം, ഗ്യാസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അകത്ത് തന്നെ വയ്ക്കുകയും ചെയ്യാൻ വെച്ചിട്ട് ഗ്യാസും ഇല്ല. അപ്പോൾ ഈ വറകുള്ള കാരണം പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് നിർബന്ധിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാ ഞാൻ മല്ലിയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ട് കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ കൂടി അമ്പാടി ഒന്ന് ഉറക്കാൻ പോയി. അടുപ്പത്ത് കറി വെച്ചിട്ടാണ് ഉറക്കാൻ പോയത്. അപ്പോൾ കറിയൊക്കെ വേഗമായി. അത് ഓനൊക്കെ ഉറക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പേരിയും കൂടി വെക്കണ്ട. ഉപ്പേരിയും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ വലിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും കയ്പ്പയ്ക്കും കൂടി ഒന്നിച്ച് അടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളിട്ട് വറവിടുക ചെയ്തിട്ട് കടുക് ഇട്ടിട്ട് ഉപ്പേരികൾ വറവിടുന്ന തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പയറായാലും എന്താ പറയുക അങ്ങനെ കയ്പ്പയ്ക്ക അങ്ങനെയൊക്കെ എന്തുണ്ടാക്കണേലും അത് ഉള്ളിലിട്ട് വറവിടും. പിന്നെ കേബേജിലൊന്നും പിന്നെ ഉള്ളിലിട്ട് വറവിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും 2 ഉള്ളി കീറിട്ടിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിക്കട്ടോ ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ കയ്പ്പയ്ക്ക് പിന്നെ അധികം കയ്പ്പൊന്നുമില്ല കേട്ടോ. ചില കയ്പ്പയ്ക്ക് ഭയങ്കര കയ്പ്പാവും. അപ്പോൾ അത് അങ്ങനത്തെ കയ്പ്പയ്ക്ക് ഞാൻ വെള്ളം ഊറ്റിക്കളയട്ടോ. പക്ഷേ ഇതിന് അങ്ങനെ വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്പ്പ് അധികമില്ല, വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പ്പയ്ക്ക കേട്ടോ. അപ്പോൾ അതിന് 2 പൊട്ടിച്ചിട്ട് ഉപ്പേരി വയ്ക്കാണ്ടായി. വേറെ ഒന്നും ഉപ്പേരി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് 2 പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടോ. പിന്നെ മക്കളാരും കഴിക്കൊന്നും ചെയ്യില്ല, ഞങ്ങൾ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് കിടന്ന് വേവട്ടെ. ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം. അപ്പോൾ അമ്പാടിയുടെ കരയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറുമ്പ് പിടിക്കുന്നുണ്ട്. ഇനി ഓനെ പോയിട്ടൊന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വറവിടണം. അപ്പോൾ എന്താ പറയുക, അധികം വെള്ളമൊന്നും ഒഴിക്കാതെ അങ്ങനെ അങ്ങോട്ട് പാത്രം കൊണ്ട് അടച്ചിട്ടാണ് വേവിക്കട്ടോ ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് അമ്പാടിയും പറഞ്ഞില്ലേ ഉറങ്ങി നീച്ച് കുറുമ്പ് പിടിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ കൊട്ടയിൽ വെള്ളം ഇങ്ങനെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക നനഞ്ഞെടുക്കണ്ടായിരുന്നു ഉള്ളിയൊക്കെ. അപ്പോൾ ഞാനത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എന്താ പറയുക നുള്ളി പൊളിച്ച് ഇതൊക്കെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ വല്ലാതെ അവനെ കുറുമ്പ് പിടിപ്പിക്കേണ്ടെന്ന് കരുതിയ കാരണം ഞാൻ കുറുമ്പുടിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും പറയാൻ പോയില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓനെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓനവിടെ കളിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മുണ്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ നോക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ വേഗം അകത്തേക്കൊന്നും കയറാം കേട്ടോ.
ഇന്ന് കളിക്കുന്നു കേട്ടോ അമ്പാടി. പിന്നെ നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ അകത്തേക്ക് കയറി പോണത് കണ്ടു കേട്ടോ. പിന്നെ സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ ആളെന്താ ചെയ്തതെന്നറിയാം, ഞാൻ ഓൻ്റെ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് കൊട്ട ഉണ്ടായിരുന്നു, ആ കൊട്ട വലിച്ചു കൊടുന്നിട്ട് ആ തുണികളൊക്കെ കട്ടിൽമേൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൽ കയറിയിരിക്കുക, അതിൽ കയറി നിന്നിട്ട് കളിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറുമ്പ് പിടിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ചോറും തിന്നണം ഒന്നും തിന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് കരുതി. അപ്പോൾ അതാ ഞാനും അമ്പാടിയും കൂടി ചോറുണ്ണ കേട്ടോ. അപ്പോൾ സോനുവിനെ കുറേ നേരമായിട്ട് വിളിക്കുന്നു ചോറുണ്ണാൻ. അപ്പോൾ ഓന് രാവിലെ ചായയുടെ കടി നിന്നിട്ടാട്ടോ പോയത് കളിക്കാൻ. അപ്പോൾ ഓനാണെങ്കിലോ എന്നോട് പറയും ചായയുടെ കടി ഉണ്ടെങ്കിൽ തോനെടുത്ത് ഉണ്ടാക്കിക്കാൻ പറയും. ഓനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് തിന്നുകയാണെങ്കിൽ പിന്നെ ചോറ് അങ്ങനെ തിന്നില്ല കേട്ടോ. ഇന്നാണെങ്കിൽ സ്പെഷ്യൽ സാധനങ്ങളൊന്നും ഇല്ല, ഇന്ന് വെറും ഉപ്പേരി വെണ്ടയ്ക്കക്കറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത്ര എന്താ പറയുക ചോറുണ്ണാൻ വല്ലാതെ എന്നുള്ളത് വരുകയും ചെയ്യില്ല കേട്ടോ. എന്നാലും കുറേ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓൻ്റെ കളിക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, പിന്നെ വിളിച്ചാലും വരില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അമ്പാടിയും കൂടി ഞാൻ ചോറിനിട്ടോ. ഓനെ കുറച്ച് നേരം കാത്തിരുന്നു. പിന്നെ ഓനെ കാണില്ലാത്തപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ടോ ചോറിനാൻ. അപ്പോൾ എന്താ പറയുക, ഓന് ഇനിയിപ്പോൾ ചായയുടെ കടികൾ ഉള്ളത് കാരണം ഇനിയിപ്പോൾ ചോറിനൂല കേട്ടോ. നൂൽപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇരിക്കണം കേട്ടോ. ഓനത് കഴിച്ചാണെങ്കിൽ പിന്നെ ചോറ് വേണ്ട പറയും. അപ്പോൾ ഞാൻ അമ്പാടിക്ക് ഞാൻ കുറച്ച് ചോറും അതിലേക്ക് ഒരു ഉപ്പേരിയും കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. ഓനാണെങ്കിൽ വെണ്ടയ്ക്കയും അതുപോലെ ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് അങ്ങനെ വേറെ മീനോ അങ്ങനെ കോഴിമുട്ട ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ വെണ്ടയ്ക്ക കഷ്ണം ഇട്ട് കൊടുക്കും, കുറച്ച് കായ്പയ്ക്ക ഇട്ട് കൊടുക്കും. അതിന് കായ്പയ്ക്ക ഉപ്പേരി അങ്ങനത്തെ പയറുപ്പേരി എല്ലാ ഉപ്പേരിയോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എടുത്ത് തിന്നും. അപ്പോൾ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ മാത്രമേ വാരി കൊടുക്കുള്ളൂ. ചില സമയങ്ങളിൽ കുറുമ്പൊടിച്ച് കറിയിട്ട് വാരി കൊടുക്കാൻ, ചില സമയത്ത് വാരി കൊടുക്കണേ ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് കഴിച്ചോളാം അറിയും. അപ്പോൾ ഇതാ ഞാനും അമ്പാടിയും കൂടി ഇനി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും കേട്ടോ അമ്പാടി. കാരണം രാവിലെ നേരത്തെ തന്നെ ഉറങ്ങിയ കാരണം ഇന്നിപ്പോൾ ഇങ്ങനെ അവൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനും കറി വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വല്ല ചമ്മന്തി അരച്ചിട്ടും ചോറിന് കേട്ടോ. എനിക്കൊരു ഉപ്പേരി ഉണ്ടായാൽ മതി, ഒരു ചമ്മന്തി ഉണ്ടായാൽ ഞാൻ ചോറിന് കേട്ടോ. അത് മിക്സിയിലിട്ട് അരച്ച ചമ്മന്തിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ അമ്മയമ്മയായിട്ട് ചമ്മന്തി എപ്പോഴായാലും അരയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ കറികളുണ്ടെങ്കിലും ചില സമയത്ത് തോന്നല കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയുക, കുറച്ച് പുളിഞ്ഞും കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയാണ് അരയ്ക്കാൻ അമ്മയും കേട്ടോ. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറല്ലേ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചോറിന് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ചോറിനേക്കാളും കൂടുതൽ ചോറ് തിന്നാൻ തോന്നും കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഇതാ കുറച്ച് കറിയത്തെ വെണ്ടയ്ക്കും കുറച്ച് കോരിട്ട് കൊടുത്തു, കുറച്ച് കയ്പ്പയ്ക്കും കൊടുത്തപ്പോൾ അതങ്ങനെ നല്ല കുട്ടിയെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ സോനുവിന് നിർബന്ധം എന്ന് പറഞ്ഞാൽ അവന് കൂട്ടാനും വെച്ച് ചോറ് തന്നെ കൂട്ടി തിന്നൂല കേട്ടോ. ഓന് വല്ല കിഴങ്ങ് പൊരിക്കുക, സോയാബീൻ ഉണ്ടെങ്കിൽ അത് പൊരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂട്ടി ചോറിനും. പിന്നെ മോര് ഭയങ്കര ഇഷ്ടം കേട്ടോ, മോര് കൂട്ടിയിട്ട് ചോറിനും. അമ്പാടിക്ക് പിന്നെ മോര് അങ്ങനെ താല്പര്യമില്ല. ഓന് ഇലക്കറികൾ ഉപ്പേരികൾ അങ്ങനെയൊക്കെയാണ് ഓന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ മീൻ ഞാൻ ഇന്നിപ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം വാങ്ങിയില്ല, അല്ലെങ്കിൽ പിന്നെ മീൻ ഉണ്ടാവലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ സോന് ചോറിണ്ടിട്ട് ഓൻ പിന്നെയും കളിക്കാൻ പോയിട്ടോ. അപ്പോൾ ഓനെ കുറേ നേരമായിട്ട് വിളിക്കലുണ്ട്. ഇപ്പോൾ വിളിച്ച ദേഷ്യത്തിന് എന്നോട് പറഞ്ഞു ഇന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിലായിട്ട് വന്നിരുന്നു. ഓന് ചോറിനാൻ വിളിച്ചിട്ട്. കാരണം കളിക്കാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോറും വേണ്ട ഒന്നും വേണ്ട. പിന്നെ സ്കൂൾ അടച്ചതല്ല, ഇനിയിപ്പോൾ തീരെ കിട്ടില്ല കേട്ടോ. ഓൻ കളിക്കാൻ പോയി കഴിഞ്ഞാലോ എന്താ പറയുക, ചിലപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ഇവിടെ വീട്ടിൻ്റെ ഉമ്മർത്ത് കളിക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ അവിടെ എവിടെയെങ്കിലും കാണോടെ തന്നെ വിട്ടോ. അവിടെ ദൂരത്തേക്കൊന്നും പോകില്ല കേട്ടോ കളിക്കാൻ. ഞാൻ വിളിക്കണോടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് കേൾക്കണ ഭാഗത്ത് തന്നെ കളിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അച്ഛനോട് പറയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ടോ. അത് കാരണം ദൂരത്തേക്കൊന്നും കളിക്കാൻ പോലും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓനെ വിളിച്ച ദേഷ്യത്തിന് ഓൻ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ചോറിനിട്ട് അപ്പം തന്നെ കളിക്കാൻ പോയിട്ടോ. പിന്നെ മക്കളൊക്കെ കുറച്ച് നേരമൊക്കെ പിടിച്ചിട്ടാണ് എത്ര വെച്ചിട്ട് സിനിമ കണ്ടോട്ടൊക്കെ ഇരിക്കട്ടാൾ. അപ്പോൾ പിന്നെ വേറെ ദൂരത്തേക്കൊന്നും പോകാത്ത കാരണം ഞാൻ അങ്ങനെ കളിക്കാൻ വിട്ടു കേട്ടോ. പിന്നെ വെയിലത്തൊന്നും കളിക്കണില്ല, അകത്തിരുന്നിട്ട് കളിക്കണം. അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടിയുടെ കൂടെ കളിക്കട്ടോ. അപ്പോൾ അമ്പാടിയെ കണ്ടപ്പോൾ അമ്പാടിക്കും പോകണം പുറത്തേക്ക് കേട്ടോ. അപ്പോൾ അമ്പാടിനെ ഞാൻ പിടിച്ചമർത്തി അകത്ത് തന്നെ എത്തിയ കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ എടുത്തിരുന്നാണ്. അപ്പം ഒരു ചില സമയത്തിൽ ചായ കുടിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, നേരത്തെ തന്നെ ചായ ഉണ്ടാക്കിക്കുക. അപ്പോൾ ഒന്ന് കുടിക്കാനാകുമ്പോഴേക്ക് ചൂടാറുമല്ലോ. അപ്പോൾ അമ്പാടിക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് വേഗം കൊടുത്തിട്ടോ. കാരണം എന്താ അവന് കുറേ നേരമായിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അവന് ചായ കൊടുക്കുമ്പോൾ ഒരു സ്പൂണും വേണം ക്ലാസ്സിൽ, പിന്നെ ഒരു എന്തെങ്കിലും തിന്നാനുള്ളതും കൈ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് അങ്ങനെ കുടിച്ചോളൂ കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഒരു പാക്കറ്റ് നുറുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഒരു 5-6 നുറുക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 എടുക്കാണ്ടായിരുന്നല്ലോ ഓരോരുത്തർക്ക് കേട്ടോ. അപ്പോൾ സോനു എന്താ പറയുക, ഇനിയിപ്പോൾ ചാടിക്കാൻ വരും കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ചാടിക്കാനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അവന് വരും എന്നൊക്കെ അറിയാം കേട്ടോ.
അപ്പോൾ ഓനുള്ള ചായ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാനും എനിക്കുള്ളതും ഉണ്ടാക്കിയിട്ടോ. കാരണം ഞാൻ ചില സമയങ്ങളിൽ വിളക്കൊക്കെ വെച്ച് സന്ധ്യാനാമൊക്കെ ചെല്ലിയിട്ടൊക്കെയാണ് ചാടിക്കലിട്ടോ. അപ്പോൾ ഇന്ന് മക്കളും ഉള്ള കാരണം ഞാൻ മക്കളെ കൂടെ തന്നെ ഇരുന്ന് ചാടിക്കാൻ നേരിട്ട്. പിന്നെ അമ്മ ഇവിടെ ഇല്ല, അമ്മ ചേച്ചിയോടേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം ആകുമ്പോൾ വിളക്കൊക്കെ വെച്ച് സന്ധ്യാനാമൊക്കെ ചെല്ലി കഴിഞ്ഞിട്ടാണ് കുടിക്കൽ. ഇന്നിപ്പോൾ ആരില്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് തന്നെ കുടിക്കേണ്ട വെച്ചിട്ട് ഞാനും മക്കളെ കൂടെ ഇരുന്നിട്ടോ ചാടിക്കാൻ. അപ്പോൾ ഇതാ അമ്പാടി ഇതാ അവിടെ തന്നെ ഇരുന്നിട്ടോ. അവന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ്സും ഒരു സ്പൂണും കൊടുത്തു, പിന്നെ ഒരു നുറുക്കും കൊടുത്തു. അപ്പോൾ സ്പൂൺ ഇപ്പോൾ എന്താ വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓന് ഇഷ്ടപ്പെടാത്ത സ്പൂണാണെങ്കിൽ ഓന് എടുക്കൂല കേട്ടോ, ഓന് അത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാ മറ്റാൾ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇനി സോപ്പ് ഇടും കേട്ടോ. ഞാൻ ഇനി ചായ കുടിച്ചിട്ട് ഇനിയും പോട്ടെ കളിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട, ഇനിയിപ്പോൾ 5:30-6 മണിയൊക്കെ ആവാനായി, ഇനി വിളക്കൊക്കെ വെക്കാനുള്ളതാണ്, ഇനി പോകണ്ട പറഞ്ഞിട്ട് ഇവിടെ തന്നെ പിടിച്ചെടുത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു പോകണില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ സോനുവിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടോ, ഒതുക്കി വെച്ച പുസ്തകങ്ങൾ കേട്ടോ, ഒക്കെ വലിച്ചിട്ടിടണം കേട്ടോ അമ്പാടി. ഞാൻ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി പുസ്തകമൊന്നും ഇനിയിപ്പോൾ തുടലുണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ അത് ഒതുക്കി പിന്നെ ബാഗിലാക്കിയിട്ട് വെച്ചിട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ആവശ്യത്തിന് അവന് ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ പുസ്തകം ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടെ. രാത്രി ആകുമ്പോഴാണ് ചിത്രം വരലും അതൊക്കെ, പകൽ വെറും കളി കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ എന്താ പറയുക, സോനുവിന് നൂൽപുട്ട് വേണമെന്നാണ്. അപ്പോൾ ഈ നൂൽപുട്ടും കറിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നുറുക്ക് കണ്ടത്. അപ്പോൾ നുറുക്ക് മതിയായിരുന്നു. അപ്പോൾ നുറുക്കും കൂട്ടിയിട്ട് പോകാൻ ചാടിക്കുന്നുണ്ട്. അപ്പോൾ ആ നൂൽപുട്ട് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചാടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ വൈകുന്നേരത്തെ. അപ്പോൾ എന്താ പറയുക, അടിച്ചോരാണ്ട് മിറ്റടിച്ചോരാണ്ട്, പിന്നെ കുറച്ച് പാത്രങ്ങൾ, ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ മുറാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടി കുറുമ്പുടിച്ച് കയറണം. എന്തിനാ അറിയോ, ഓന് നുറുക്ക് കൊടുക്കാൻ. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് നുറുക്കൊക്കെ കൊടുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 അമ്പാടിക്കും 2 സോനുവിനും പിന്നെ 2 ഞാനും കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്പാടി ഇതൊക്കെ തിന്ന് കഴിച്ചു. ഇപ്പം ഇനിയിപ്പോൾ സോനുവിൻ്റെനും കടന്ന് കറിയട്ടോ. അപ്പോൾ ഓന് എടുത്ത് കൊടുക്കണുണ്ട്, എന്നാലും ഓനും അതൊക്കെ കവറോടക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് കറിയട്ടോ. അപ്പോൾ എന്താ ചായ കുടിച്ചിട്ടേ നുറുക്ക കഷ്ണങ്ങളൊക്കെ നിലത്ത് കൂടിയിട്ടെ ആകെ ഉറുമ്പ് വരൽ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് അടിച്ചൊരിട്ട് തുടച്ചിട്ട് കേട്ടോ. പിന്നെ സിമെൻറ്റ് കാലും അങ്ങനെ ആവണ കാരണം ഞാൻ എന്താ പറയുക രാവിലെ ഒന്നും തുടക്കും കേട്ടോ. എന്താ പറയുക തുടയ്ക്കുമ്പോൾ അത്ര ഒരു പൊടി വരില്ല കേട്ടോ. അല്ലെങ്കിൽ കാരണം 2 ദിവസം തുടയ്ക്കാതെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര പൊടിയാവും കേട്ടോ. അപ്പോൾ അത് അമ്പാടി കുറുമ്പൊടിച്ച് ഇങ്ങനെ കറി തന്നെ കേട്ടോ പിന്നാലെ നടന്നിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക വേഗം അടിച്ചൊരട്ടെ കരുതി. സമയം എന്താ പറയുക ഇപ്പം തന്നെ ആയിട്ട് വിളക്ക് വയ്ക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ആകായും കൊല്ലയും അടിച്ചൊരിട്ട് വേണം എന്താ പറയുക മിറ്റടിച്ച് വരാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രം കൂടി മോളുണ്ട് ചായ കുടിച്ചതിൻ്റെ. പിന്നെ രാവിലെ പിന്നെ ചോറും കറിയൊക്കെ ഒന്നിച്ച് വെച്ച കാരണം പിന്നെ ആ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ മക്കൾ ഇനിയിപ്പോൾ സോനു കളിക്കാൻ പോകുള്ളൂ. അപ്പോൾ സോനുവിനോട് ഞാൻ കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചത്. അപ്പോൾ ഓന് എന്താ പറയുക ഇനിയും ചാടിച്ചിട്ട് കളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അമ്പാടിയുടെ കൂടെ നിന്നോ പറഞ്ഞിട്ടേ അവിടെ പിടിച്ചെത്തി. അപ്പോൾ അവിടെ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൻ്റെ പുസ്തകങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി അതൊക്കെ ഒന്ന് എടുത്തേക്കണം. ഇനി സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഇനി പുസ്തകത്തുമ്മയും ഒന്നുമ്മയും തൊടില്ല. ഇനിയിപ്പോൾ കളി തന്നെയല്ലേ, വെറും കളി തന്നെയായിരിക്കും. അപ്പോൾ എന്താ പറയുക കാലുമ്മ ചെരുപ്പിടാതെ നടന്നിട്ട് കാലിൻ്റെ അടിക്ക് ഭയങ്കര വേദന. സിമെൻറ്റിൻ്റെ ഇതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ, കാലിൻ്റെ അടിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഇപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടാട്ടോ നടക്കൽ. പക്ഷേ എനിക്ക് ചെരുപ്പിടാൻ അത്ര തൃപ്തിയൊന്നും ഇല്ല കേട്ടോ, അകത്തുകൂടി ഒന്നും ചെരുപ്പ് ഇട്ട് നടക്കാൻ. പക്ഷേ കാലിൻ്റെ വേദന കൊണ്ടേ അങ്ങനെ ചെരുപ്പിട്ട് നടക്കാൻ നിന്നിട്ട്. അപ്പോൾ സിമെൻറ്റിൻ്റെ ഇതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ കാലിൻ്റെ അടി വേദന. വീടിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അടിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയുക മിറ്റം കൂടി അടിച്ചു വരാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇടട്ടെന്ന് കരുതി. അപ്പോൾ അമ്പാടി എൻ്റെ കൂടെ മുറ്റത്തേക്ക് പോകുന്നു കേട്ടോ. സോനോടെ കൊച്ചു TV കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക മുറ്റത്ത് നല്ല കുപ്പുണ്ട്. ഞാൻ രാവിലെ അടിച്ചോളൂ കേട്ടോ. രാവിലെ ഈ വൈകുന്നേരം ആകുമ്പോൾ അടിച്ചോരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലേക്ക് അങ്ങനെ കുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം മാത്രം അടിച്ചിട്ടില്ല കേട്ടോ. ഇനി എന്താ പറയുക ഇതിങ്ങനെ കട്ട കുറേ ഇറക്കിയിട്ടുണ്ട്. അത് പഴയ ഒരു വീടിൻ്റെ കട്ട മിറ്റം പൊളിച്ചിട്ട് അവർ വേറെ ഇടുകയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ കട്ട കിട്ടിയപ്പോൾ അത് കൊണ്ടുവച്ച കേട്ടോ. പക്ഷേ അത് ഇടണമെങ്കിൽ കുറേ പണിയുണ്ട് കേട്ടോ. മുറ്റത്ത് കട്ട വിരിക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾ പറഞ്ഞില്ലേ മുറ്റത്തൊരു തോടുണ്ടല്ലോ ചെറുതായിട്ട്, ആ തോട് കെട്ടിയാലേ ഞങ്ങൾക്ക് മുറ്റത്ത് അങ്ങനെ കട്ടൊക്കെ വിരിക്കാൻ പറ്റുള്ളൂ. കട്ട വിരിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ കുറേ പണികൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വെറുതെ കെട്ടിയപ്പോൾ അങ്ങനെ കൊടുന്ന് അവിടെ വെച്ച് തന്നെ ഉള്ളൂ കേട്ടോ കട്ട. പക്ഷേ എന്താ പറയുക തോടിൻ്റെ ഭാഗം ഇനി പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ വെള്ളം കയറിയിട്ട്. കാരണം തോട് അപ്പുറത്തുള്ള വീട്ടുകാർ ഇപ്പം അതിൽ ഉയർത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും വെള്ളം ഒഴുകില്ല. കാരണം നേരെ വെള്ളം മുഴുവൻ ഞങ്ങളെ മുറ്റത്തിക്കാനായിട്ട് ഫുള്ള് വരിക. അപ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം കുട്ടികളുള്ളതല്ലേ, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നടക്കാനും ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വെള്ളം കയറിയിട്ട് മുറ്റത്ത് നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ. ഒതുക്ക് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വീട്ടിലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതന്നെ അവസ്ഥ. കാരണം എല്ലാ ഭാഗവും ഇങ്ങനെ മതിൽ കെട്ടി കാരണം ഇപ്പോൾ ഞങ്ങളെ ഭാഗം മാത്രം ഇങ്ങനെ
തുറന്ന് കിടക്കണത്. അപ്പോൾ ഉള്ള വെള്ളം മുഴുവൻ മുറ്റത്തേക്ക് തന്നെ ഇട്ട് വരിക. അപ്പോൾ അതാ അമ്പാടി ഓരോ എന്താ പറയുക ഭയങ്കര കളിയിലട്ടോ. അപ്പോൾ അമ്പാടിക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവനെ കളിക്കാൻ പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ. അവൻ ഒറ്റയ്ക്ക് അങ്ങനെ നിന്ന് കളിച്ചോളൂ. ഇതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക മിറ്റടിച്ചോലും ഏകദേശം കഴിയാനിട്ട്. കാരണം രാവിലെ മിറ്റടിച്ചോലില്ല, അതുകൊണ്ടാണ് വൈകുന്നേരം അടിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ മിറ്റടിച്ചോലേക്ക് സമയം കിട്ടാറുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, വൈകുന്നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ അങ്ങനെ കുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ അടിക്കലില്ല, വൈകുന്നേരം മഴ അടിച്ചിടൽ ചെയ്യും കേട്ടോ. മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചെടികൾ നനയ്ക്കേണ്ട. അപ്പോൾ ചെടികൾ നനയ്ക്കണമെങ്കിൽ അമ്പാടീനെ കാണാതെ നനയ്ക്കട്ടോ. അമ്പാടി കണ്ടു കഴിഞ്ഞാലോ പിന്നെ നനയ്ക്കാൻ പൈപ്പ് മേടിച്ചാൽ പിന്നെ ചട്ടിയിൽ മൊത്തം വെള്ളം നിറയ്ക്കും കേട്ടോ. എല്ലാ ചട്ടിയും ഉണ്ടാവും വെള്ളം നിറച്ചിട്ട്. എന്നിട്ടൊക്കെ ഞാൻ അങ്ങനെ ചട്ടിയിൽ നിന്ന് ഒഴിച്ച് കളയാം കേട്ടോ. കാരണം വേഗം കിടന്ന് പോകുന്ന ചെടികളുണ്ടാവുമല്ലോ, അതിലൊക്കെ കൂടുതൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ എന്തിനാ പറ്റുക. അപ്പോൾ ഓന് ചില സമയത്ത് ഒരു കുറുമ്പ് പിടിക്കലാണ് പൈപ്പ് കിട്ടാൻ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ടോ ഒന്ന് നനയ്ക്കുമായി കൂടെ ഒക്കെ. എന്നിട്ടോ ചിലപ്പോൾ ചെടിമയ്ക്കൊന്നും വെള്ളമാവാതെ ചട്ടിയിൽ നിറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുറ്റത്തൂടെ നിറച്ച് വെള്ളം കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അത് കാരണം കാണാത്തത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നനയ്ക്കുമ്പോഴേക്കും ഓടി വരും കേട്ടോ ചെടി നനയ്ക്കാൻ. എന്നിട്ട് എല്ലാവരും മേലിക്കും വെള്ളം നനയ്ക്കും, പിന്നെ കുറേ മുറ്റം ആകെ വെള്ളം കൊണ്ട് ഇങ്ങോട്ട് കൈലാസാക്കിയിട്ടുണ്ടാവും. പിന്നെ അതാ ചട്ടികളിലൊക്കെ നിറച്ചിട്ടുണ്ടാവും വെള്ളം. അപ്പോൾ എന്താ പറയുക, ചെടികൾ ഇനി കുറച്ച് നേരാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മാറ്റി വയ്ക്കാനും കുറച്ച് ചെടിച്ചട്ടി വാങ്ങാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടികൾ എന്താ പറയുക മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ചെയ്യാനുണ്ട്. ഒരു ദിവസം ഫുള്ള് നിൽക്കണുണ്ട് കേട്ടോ, ചെടിയുമ്മയ്ക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്യണം ഇനി ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികൾ ഞാൻ അങ്ങനെ കൂടുതൽ കാണിച്ചു തന്നിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടികളുണ്ട്, ഒക്കെ പൂക്കളില്ലാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി മേലെ കഴുകി വേഗം വിളക്കൊക്കെ വെച്ചിട്ടോ. അപ്പോൾ സോനു കേട്ടോ വിളക്ക് വെച്ചത്. ഞാനപ്പോഴേക്ക് മേല് കഴുകാൻ നിന്നപ്പോൾ ഈ സമയം പിന്നെ കഴുകും വിചാരിച്ചിട്ട് അപ്പോൾ സോനുവിനോട് ഞാൻ പറഞ്ഞു വിളക്ക് വയ്ക്കാൻ പോകും. വിളക്കൊക്കെ വെച്ചതാ എന്താ പറയുക, നമ്മുടെ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി രാത്രി തന്നെ കേട്ടോ കൊച്ചു TV കാണൽ തന്നെ കേട്ടോ പണി. കാരണം ഇനിയിപ്പോൾ എനിക്ക് സീരിയൽ കാണാനൊന്നും ഇത് തരില്ല കേട്ടോ, റിമോട്ടൊന്നും തരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതിയേക്കണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.